ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അച്ഛനും പെങ്ങന്മാരും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ രോഹിത്ത് ഹരിയുടെ ചതിക്കുഴിയിൽ വീഴാനായിട്ട് പറന്നിറങ്ങി പോകുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണ വന്നിട്ട് ഇങ്ങനെ രോഹിത്തിന് ദേഷ്യം വരുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. രോഹിത്ത് നീ ഒന്ന് പോടി എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി പോവുക. അപ്പോൾ ഇവൻ ഇറങ്ങി പോകുന്ന സമയത്ത് ഇവൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ, ചങ്ക് കിടന്ന് പടപടാന്ന് ഇടിക്കുവാണ്. ഇപ്പോൾ രോഹിത്തിൻ്റെയും മട്ടുമാതിരിയും ഈ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ അലീനയ്ക്ക് സംശയം തോന്നി. ഇവൻ ശരിയായ പോക്കല്ല പോകുന്നത്, ഇവൻ എന്തോ ഒരു ചതിക്കുഴിയിലേക്കാണ് പോകുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ രോഹിത് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്തൊരു മുഷ്കായി കാണിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണ എങ്ങനെ നിൽക്കും. അപ്പോൾ അലീന പറഞ്ഞു, അച്ഛാ ആ പോക്ക് അത്ര ശരിയായ പോക്കല്ലല്ലോ എന്ന്. അത് നമ്മൾ നീ അങ്ങനെ പറഞ്ഞാൽ നിനക്കെന്താ അങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു കള്ളലക്ഷണമായിട്ടാണ് രോഹിത് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അച്ഛൻ രോഹിത്തിനൊന്ന് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം അലീന ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ബാലേട്ടനും ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ്. അപ്പോൾ ഈ അലീന പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം കാണും എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ ബബിതയ്ക്കും അറിയാം ഹരിയുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ വെട്ടിലേക്കാണ് പോകുന്നതെന്ന്. പക്ഷെ അവൾക്ക് മിണ്ടാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. അതിനും അവൾ അലീനയെ കുറ്റം പറഞ്ഞു. അലീനയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതാണെങ്കിൽ എഴുന്നേറ്റ് പോകാനായിട്ട് അച്ഛൻ മോളോട് പറയുക. അപ്പം മോൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ശരി അലീന ചേച്ചി പറഞ്ഞത്, രോഹിയേട്ടന് പെട്ടെന്നൊരു മാറ്റമൊക്കെ എനിക്കും തോന്നി. സംസാരത്തിലൊക്കെ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ എന്തോ കള്ളത്തരൊപ്പിക്കാനുള്ള പോക്കാണെന്ന് എനിക്കും തോന്നണതെന്ന് കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മുടെ ബാലേട്ടൻ്റെ ഇരുന്ന് ആലോചിക്കും ഇനി എന്ത് ഏടാകൂടത്തിലാണ് ഇപ്പം പോയി ചാടാൻ പോണേ എന്നിങ്ങനെ. അത് അവിടെ ഇരുന്ന് ഈ ആലോചനയും കാര്യങ്ങളുമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇവർ ഫുഡ് കഴിച്ചു, ഇവരങ്ങ് പോകുന്നു. ഈ സമയത്ത് രോഹിത്ത് വണ്ടിയെടുത്ത് പറന്ന് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പുറകിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ നിരീക്ഷിക്കുന്നുണ്ടോ, ഉൾഭയം ഉള്ളത് കൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ കൂടെ തിരിഞ്ഞു നോക്കിയൊക്കെയാണ് ആശാൻ പോകുന്നത്. അങ്ങനെ ഹരിയുടെ ചതിക്കുഴിയിലേക്ക് ഇങ്ങനെ അങ്ങ് ചെന്ന് കയറി കൊടുക്കുവാണ് രോഹിത് അങ്ങനെ അവന്മാർ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് ഹരി പറഞ്ഞനുസരിച്ച് അങ്ങ് പോയി. അങ്ങനെ രോഹിത് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴും അലീനയ്ക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അലീന എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലണം, എന്നിട്ട് അവിടെ ചെന്ന് മേഡത്തിനോട് ചോദിക്കണം രോഹിത് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണം, അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അലീന വേഗം തന്നെ അച്ഛനെ പറഞ്ഞു വിടുക. കാരണം രോഹിത് അങ്ങോട്ടല്ല പോയിരിക്കുന്നതെന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെ ബാലനും ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു. ഈ സമയത്ത് നമ്മുടെ അലീന ചെന്ന് ബബിതയോട് ചോദിച്ചു, രോഹിത് എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് നിനക്ക് വല്ല അറിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനടി പിശാചേ എൻ്റെ പിറകെ നടക്കുന്നേ, രോഹിത്തിനെ എങ്ങോട്ടാ വരുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രോഹിത്തിനെ പറ്റി ചോദിച്ചപ്പോൾ അലീനയോട് ദേഷ്യപ്പെടുവാണ് ബബിത. നിനക്കറിയാമെങ്കിൽ നീ അത് പറ, അല്ലെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അലീന പറയുമ്പം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേന്നും ചോദിച്ചുകൊണ്ട് ബബിത ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഇവിടെ മുറിയിലോട്ട് പോവുകയും ചെയ്തു. അലീനയ്ക്ക് പിന്നെ ടെൻഷനായി. ഇവൻ എന്തോ ഏടാകൂടത്തിൽ പോയേക്കുന്നതാണെന്ന് അലീനയ്ക്ക് മനസ്സിലായതുകൊണ്ട് അലീന എന്നിട്ട് ഇങ്ങനെ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോണ വഴിക്ക് രോഹിത്ത് ഹരിയെ വിളിച്ചിട്ട് എടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ വിളിച്ചു, നീ അങ്ങോട്ടേക്ക് വിട്ടോ, ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങ് വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങ് പോവുക. അപ്പോൾ ഈ പെങ്കൊച്ചാണെങ്കിൽ ഇവനെ കാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഈ ഹരി. അപ്പോൾ ഹരി പറഞ്ഞതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള വേഷത്തിലാണ് ആ പെങ്കൊച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവനിങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നു, ആ കൊച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇവനെ കണ്ടപ്പോഴത്തേക്ക് ഹരിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് വിളിച്ചു. കൊച്ചിന് ഭയങ്കര സന്തോഷം ഹരിയേട്ടനെ കണ്ടു കഴിഞ്ഞപ്പം. അതേ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം ഇത് മതിയെന്നേ, സൂപ്പറല്ലേ, അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹരി ഇങ്ങനെ കൊച്ചിനോട് പറയുക. വണ്ടിയെ കയറി. നിനക്ക് ടെൻഷൻ വല്ല ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു. ശരിക്കും എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ഹരിയേട്ടാ, പ്രശ്നമൊന്നും ആവില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കും. എന്ത് പ്രശ്നം ആവാൻ, ഒരു പ്രശ്നം ആവില്ല, നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണം, ഞാനല്ലേ നിൻ്റെ കൂടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതിനോട് ഭയങ്കര വർത്തമാനമൊക്കെ. നിനക്ക് ക്ഷീണം വല്ലതും തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, ഒരു കാര്യം ചെയ്ത് നീ ജ്യൂസ് കുടിച്ചോളാൻ പറഞ്ഞാൽ അതിനെ നിർബന്ധിച്ച് ജ്യൂസ് കുടിപ്പിക്കാൻ നോക്കാം. ഇപ്പം വെച്ച് പറഞ്ഞാൽ എനിക്കിപ്പോൾ ജ്യൂസ് വേണ്ട, എനിക്ക് ദാഹമോ അങ്ങനെ ക്ഷീണമൊന്നും തോന്നുന്നില്ല, എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും നീ കുടിക്കും, ഞാൻ തരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അതിനെ കൊണ്ട് കുടിപ്പിക്കുക. അപ്പോൾ അതൊരു കവള് ചെറുതായിട്ട് കുടിച്ചു. ഒരു കവളും കൂടെ കുടിച്ചോ, അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു എനർജിയൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കേട്ടാൽ കൊച്ചത് കുടിച്ചു. പിന്നെ ഹരിയേട്ടാ എന്നെ 3 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തിക്കത്തില്ലേ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതിങ്ങനെ ഹരിയോട് ചോദിക്കുവാണ്. ഹരി പറഞ്ഞു എന്ത് പ്രശ്നവും, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവും ഇല്ലെന്നേ, നീ ധൈര്യമായിട്ട് ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇതിനെയും കൊണ്ട് പോകും. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിനകത്തോടെ പോകുമ്പോൾ അയ്യോ ഇതെന്ത് ഇതിലേക്ക് പോകണേന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുന്ന് ഈ വഴിക്ക് പോകുമ്പോഴാണ് നമ്മുടെ പാർട്ടി നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു. ഇത്ര ഉള്ളിലോ, അതെന്താ ഇത്ര ഉള്ളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചേന്നൊക്കെ ചോദിച്ചു. എടി മന്തിപ്പേ,
അല്ലാണ്ട് പിന്നെ പുറത്ത് തുറസായ സ്ഥലത്തും എല്ലാം വെക്കാൻ പറ്റുമോ? എല്ലാവർക്കും വരാനും അല്ലെങ്കിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാനും ആരുടെ ശല്യം ഇല്ലാതെയൊക്കെ അടിച്ച് പൊളിക്കാനും പറ്റിയൊരു സ്പേസ് അല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ. അപ്പോൾ ഈ പെങ്കൊച്ചിന് പേടിയായി തുടങ്ങി. ഇത് ഓരോന്ന് ചോദിക്കും തോറും ഇതിനോട് ദേഷ്യപ്പെടുവൻ. നിനക്ക് എന്നെ ഒട്ടും വിശ്വാസവും ഇല്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഇതിന് പകുതി എൻ്റെ തലയ്ക്ക് പിടിച്ചു. ഇങ്ങനെ കൊച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ഇവന് സമാധാനമായി. അതിന് പാതി ഇതേ ഉള്ളൂ. ഇത് എങ്ങോട്ടാണ് പോണേന്നൊന്നും അതിന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ ഇവർ പോണു. ഈ സമയത്ത് നമ്മുടെ ബാലൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമ്മുടെ വൈജയന്തിമയുടെ ഇങ്ങനെ കിടക്കുക. മക്കളെയും കൊണ്ട് വേറെ താമസത്തിന് പോകാനിരിക്കുകയാണല്ലോ. അപ്പോൾ ബാലൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലനെ കണ്ടിട്ട് മുഖത്തേക്ക് പോലും നോക്കിയില്ല, തിരിഞ്ഞിങ്ങനെ കിടക്കുവാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ബാലൻ ചോദിക്കുന്നു. കാണാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലനോട് അപ്പോഴും തറുതല എന്നുള്ള രീതിയിൽ ആശാത്തി സംസാരിക്കുന്നത്. ബാലൻ ഇങ്ങനെ ചോദിച്ചു. അതിനുശേഷം രോഹിത് ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചു. രോഹിത്തിന് ഇന്ന് കോളേജിൽ പോകണ്ടേന്ന് ചോദിച്ചു. അല്ല, അവനിന്ന് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി, നിന്നെ ഇവിടെ വന്ന് കണ്ടിട്ട് അവൻ പോവുള്ളെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പം അവനങ്ങ് ഇങ്ങോട്ട് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞ കാര്യം നമ്മുടെ പാലന് ഇതായി. പാലന് ടെൻഷനായി. അവനിങ്ങോട്ട് വന്നതേ ഇല്ലേ, വിളിച്ചതും ഇല്ലേന്ന് ചോദിച്ചു. ഇങ്ങോട്ടങ്ങ് വന്നില്ല എന്നൊക്കെ പറയാം. അപ്പോഴും എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം കാര്യമൊന്നുമില്ല, അത് താമസിയാതെ കാര്യമൊക്കെ അറിയേണ്ടി വരുമെന്നും ബാലൻ പറയുകയും ചെയ്തു. അപ്പോഴും ബാലൻ ഈ ഒരു ചിന്താഗതി മനസ്സിൽ പോകുന്നില്ല. കള്ളു കുടിക്കും അല്ലെങ്കിൽ ഹരിയുടെ കൂടെ ഇല്ലെങ്കിലൊക്കെ തന്നെ തിരിഞ്ഞ് നടക്കും എന്നാണ് വിചാരിച്ചത്. ഇതുപോലൊരു ചതിക്കുഴിയിലേക്കാണ് ചെന്ന് പെടാൻ പോകുന്നതെന്ന് ബാലനും മനസ്സുകൊണ്ട് പോലും ചിന്തിക്കുന്നതുമില്ല. അങ്ങനെ ആകെ വല്ലാത്തൊരു ഇതിലും ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വൈജയ്ക്ക് ഒരു കൂസലും ഇല്ല, ഒന്നും അറിയത്തില്ലല്ലോ. ആശാത്തി ഇങ്ങനെ ബാലനോടുള്ള കലിപ്പിൽ ഇങ്ങനെ കുറേ കുത്തുവാക്കുകളും മോനെ വെച്ച സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടക്കുക. ബാലൻ അന്നേരത്തേക്ക് ഇറങ്ങി ഓടി. ഇനി ഇവൻ പോയി എന്താ ഒപ്പിക്കുന്നതെന്ന് അറിയത്തില്ലാത്തതിൻ്റെ ടെൻഷനും കൊണ്ട് ഇറങ്ങി ഓടി. എന്താണെന്നൊക്കെ നോക്കണമല്ലോ. അപ്പോഴേക്കും അവിടെ ഇവർ, അതായത് ഹരിയും ഇപ്പം കൊച്ചും കൂടെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് അവിടെ ചെന്നു. കൂട്ടുകാരന്മാരെല്ലാവരും ബീറ്, ബ്രാൻഡി, കഴിക്കാനുള്ളത്, കുടിക്കാനുള്ളത് എല്ലാം സെറ്റാക്കി അവിടെ ഒരു വലിയ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അങ്ങോട്ടാണ് ഈ ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഈ ഹരി ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴും പെങ്കൊച്ച് പകുതി ആടിയാണ് നിൽക്കുന്നത്. അപ്പം വീട്ടിൽ ചെന്നു. ഇവിടെ നീ ഇറങ്ങാൻ പറഞ്ഞു. ഇതാണോ സ്ഥലമെന്ന് ചോദിച്ചു. ഇതാണ് സ്ഥലം. ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കാൻ പോകുന്ന ഇവിടെയാണെന്നും പറഞ്ഞ് അതിനെ വിളിച്ച് ഇറക്കുക വണ്ടിയെന്ന്. അങ്ങനെ ഹരി കുറേ ഡയലോഗൊക്കെ അതിനോട് പറഞ്ഞു. ഹരിയേട്ടാ എനിക്ക് പേടിയാവുന്നു ഹരിയേട്ടാ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ നീ പേടിക്കുന്നത്, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചിനെയും കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അകത്തുണ്ടെന്ന് പറഞ്ഞു. ഹരി എന്നിട്ട് ഇതിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പം നമ്മുടെ രോഹിത്തിന് പേടിയാവുന്നുണ്ട്. രോഹിത്തിൻ്റെ കയ്യും കാലും കിടന്ന് കിളികളാന്ന് വിറയ്ക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവന്മാരും ഭയങ്കര ത്രില്ലിൽ നിൽക്കുക. കാരണം ഒരു പെങ്കൊച്ചിനെ മുന്നിലേക്ക് കൊണ്ടിട്ട് കൊടുത്തിരിക്കുകയാണല്ലോ ഹരി. അപ്പോൾ എന്തായാലും ഹരി പെങ്കൊച്ചിനെ കൊണ്ട് ഇന്നിപ്പോൾ എല്ലാവരും ഇങ്ങനെ വളഞ്ഞു ഇതുവരെ. അപ്പോൾ ഇവിടെ വേറെ പെൺകുട്ടികളാരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ വരുന്നതേ ഉള്ളന്നേ, നീയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങളുടെ ആദ്യത്തെ ഗസ്റ്റിന് ആദ്യത്തേതെന്നും പറഞ്ഞുകൊണ്ട് അതിന് ബാക്കി മയക്കുമരുന്നും കൂടെ കലർത്തി ഒരു ജ്യൂസും കൂടെ കൊടുത്തു. അപ്പോൾ ഇത് കുടിക്കാൻ ഇങ്ങനെ മടിച്ച് നിൽക്കുക കേട്ടോ. കുടിക്കുന്നേ ഞാനല്ലേ പറയുന്നത്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനല്ലേ കൂടെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഹരി. എന്നിട്ട് ഈ പെങ്കൊച്ച് അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ലെവല് കംപ്ലീറ്റ് തന്നെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവന്മാരോരോ ഇങ്ങനെ വെച്ച മോശമായ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അപ്പോഴത്തേക്ക് ഹരി പറഞ്ഞു, ഞാനും ഇവളും കൂടെ കുറച്ച് അപ്പുറത്ത് മാറി ഇരുന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. വേണ്ട ഹരിയേട്ടാ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി എന്നീ പെങ്കൊച്ച് പറയാം. നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ ആ പെങ്കൊച്ചിനെ തോളെ കൈയിട്ടുകൊണ്ട് പോകും. മറ്റോമാരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവൻ ആദ്യം ഇതിനെ തോളെ കൈയിട്ടുകൊണ്ട് ഇതിനെ മുറിയിലേക്ക് കൊണ്ടുപോകണു. ഇവന്മാരുടെ നേരെ തിരിഞ്ഞു നോക്കി കണ്ണൊക്കെ ഇറുക്കി കാണിച്ചിട്ട് ഇവൻ പോവാട്ടോ. അപ്പോഴേക്കും നമ്മുടെ രോഹിത്തിന് ടെൻഷനായി. ഇതൊക്കെ പ്രശ്നമാവുമോടാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്ത് പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല, എന്നാ പ്രശ്നം വരാൻ ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോഴത്തേക്കും പകുതി കുടിച്ച് തലയൊന്നും ലെവലിലല്ല, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രോഹിത്താണെങ്കിലും മറ്റുള്ളവന്മാരെല്ലാവരും. ഈ ഹരി എന്നിട്ട് ഈ പെങ്കൊച്ചിനെ ആദ്യം അകത്തു. അപ്പോൾ പെങ്കൊച്ച് വീണു, ശരിക്കും അത് മയങ്ങി വീണു. ഇവൻ കൊണ്ടുപോയി അതിനെ കട്ടിലേൽ കിടത്തിയിട്ട് ഇതിനെ ശരിക്കും ഇവൻ കണ്ട് അങ്ങോട്ട്, നീ കുറേ കാലമായി എന്നെ പറ്റിക്കുന്നു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കാം. അതിനുശേഷം ഇവൻ ആ കൊച്ചിനെ ശാരീരികമായി ഉപദ്രവിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരെല്ലാവരും മാറി ഇതിൻ്റെ അരികിലേക്ക് ചെല്ലുക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രോഹിത്തിൻ്റെ ഇത് വന്നു. രോഹിത്തിനോട് ചെല്ലാൻ പറഞ്ഞപ്പോഴത്തേക്കും രോഹിത്ത് ചെന്നു. പക്ഷേ രോഹിത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ തലയ്ക്ക് ഭയങ്കര ഇതുപോലെ. രോഹിത്ത് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു. തലയ്ക്കകത്തൊക്കെ എന്തോ പെരുപ്പ് പോലെയൊക്കെ രോഹിത്തിന് തോന്നുന്നു. രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് പോയല്ല, രോഹിത്ത് ഭയങ്കര ഇതായിട്ട്. എന്നിട്ട് എങ്ങനെയൊക്കെയോ രോഹിത്ത് അവിടുന്ന് പുറത്ത് ചാടി, ആ വീടിൻ്റെ പുറത്ത് ചാടി കഴിഞ്ഞപ്പോഴേക്കും മറ്റോമാരെല്ലാവരും ആ കൊച്ചിനെ അതിനെ കൊന്നില്ലെന്നേ ഉള്ളൂ, അതുപോലെ അതിനെ ഉപദ്രവിച്ചു. രോഹിത്ത് ഇതിനകത്ത് പെട്ടും പോയി. രോഹിത്താണെങ്കിൽ ഇനി ഹരി പറയാൻ പോകുന്നത് രോഹിത്ത് ഇതിനകത്ത് പങ്കാളിയാണ്, രോഹിത്തും ഇതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും
പിന്നെ രോഹിത്തിനെ തപ്പി ബാലൻ കിടന്ന് ഓട്ടം തുടങ്ങി. അലീനയ്ക്ക് ടെൻഷനായി. ലോകം മുഴുവനും ഈ ഒരു കൊച്ച് മരണത്തോട് മല്ലടിക്കുന്ന ഒരു അവസ്ഥയിലായി. അങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാനോ അല്ലെങ്കിൽ കണ്ടു നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ കഥ കടന്നു പോകുന്നത്. ഓരോ ആൺകുട്ടികളെയും വിശ്വസിച്ച് പെൺകുട്ടികൾ വീട്ടിൽ കള്ളം പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവരുടെ ജീവിതവും ജീവനും അവസാനിക്കുന്ന രീതിയിലേക്കാണ് അവരെ ഓരോരുത്തർ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഭയാനകമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് ഇന്ന് വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം. ഈ ലോകത്ത് ആരെയും വിശ്വസിക്കരുത്. ചതിയും ഏതൊരു ഇതിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഓരോ സെക്കൻഡിലും നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.